ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ലൊരു അച്ചാർ തയ്യാറാക്കിയാലോ? നാരങ്ങ അച്ചാറാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി 12 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം വലുപ്പത്തിലുള്ള നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാനിത് സ്റ്റീം ചെയ്യുന്നത്. ഏകദേശം 15 മിനിറ്റ് ഞാനിവിടെ സ്റ്റീം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓരോ നാരങ്ങയും 4ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 12 വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും 5 പച്ചമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കടുകും ഉലുവയുമാണ് ചൂടാക്കി എടുക്കുന്നത്. ഇത് നല്ലതുപോലെ ചൂടാക്കിയ ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി വരും. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലെടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയുമാണ് ഇപ്പോൾ ചൂടാക്കി എടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ടിത് ചൂടാറിയ ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു കടായിൽ കുറച്ച് നല്ലെണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണയായിട്ട് അച്ചാർ തയ്യാറാക്കുന്നത് നല്ലെണ്ണയിലാണ്. എണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയാണ് ആദ്യം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 5 പച്ചമുളകും കൂടി ചേർക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഈ മുളക് പൊടി ചേർക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മുളക് പൊടി ഇട്ട ഉടനെ തന്നെ അതങ്ങ് കരിഞ്ഞു പോകും. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ചേർക്കാം. നാരങ്ങ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നീരും കൂടെ ഉണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂട് ചോറിൻ്റെയും കഞ്ഞിയുടെയൊക്കെ കൂടെ ഈ അച്ചാർ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ അച്ചാർ തയ്യാറാക്കിയ ശേഷം ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് വേണം ഇത് ഉപയോഗിച്ച് തുടങ്ങാനായിട്ട്. ഇനി നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന കടുകും ഉലുവയും കൂടി ഇതിലേക്ക് ചേർക്കാം. കടുകും ഉലുവയും ചൂടാക്കി പൊടിച്ചതിലേക്ക് ചേർക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അടുത്ത തവണ അച്ചാർ തയ്യാറാക്കുമ്പോൾ
ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 1 ടീസ്പൂൺ നിറയെ കടുകും 1/2 ടീസ്പൂൺ ഉലുവയുമാണ് ചൂടാക്കി പൊടിച്ചെടുത്ത് ചേർത്തത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കായം ചേർക്കണം. 1/2 ടീസ്പൂൺ കായമാണ് ഞാനിപ്പോൾ ചേർത്തത്. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കാനുള്ളത് വിനാഗിരിയാണ്. 4 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. നിങ്ങളുടെ താല്പര്യമനുസരിച്ച് വിനാഗിരിയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ ഈ അച്ചാർ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ചൂടാറിയ ശേഷം ഗ്ലാസ് ബോട്ടിലാക്കി വെക്കാം. 2 ആഴ്ച വരെ ഇത് റൂം ടെമ്പറേച്ചറിലാണെങ്കിലും കേടാകാതിരിക്കും. ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് വേണം ഈ അച്ചാർ ഉപയോഗിക്കാനായിട്ട്. അപ്പോഴാണ് ശരിക്കും നാരങ്ങയൊക്കെ അലിഞ്ഞു വരികയുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം.